കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിനോട് നിയമന നിരോധനം കാട്ടുന്നുവെന്നാരോപിച്ച് തൊഴിൽ നിഷേധത്തിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 12-ന് സെക്രട്ടേറിയറ്റിനു മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നു. മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സൈക്കിൾ റൈഡ് ആരംഭിച്ചു. നഷ്ടമായ വിലപ്പെട്ട 5 വർഷത്തിനും 530/2019 കേരള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിനോടുള്ള നിയമന നിരോധനത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ മൗനത്തിലും പ്രതിഷേധിച്ചാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഫെബ്രുവരി 12-ന് യുവാക്കളായ റാങ്ക് ഹോൾഡർമാർ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നത്. 13,975 പേരുള്ള റാങ്ക് ലിസ്റ്റിൽ 21% മാത്രമേ നിയമനം നടന്നിട്ടുള്ളൂ. ഏതാണ്ട് 3000 പേരെ മാത്രം. 2017-ൽ വിജ്ഞാപനം ഇറക്കി. 2021 ഡിസംബർ വരെ ഒഴിവുകൾ നൽകിയെങ്കിലും ഈ വർഷം ഏപ്രിലിൽ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുകയാണ്. ഇതിനു മുന്നായി മുഴുവൻ പേർക്കും നിയമനം നൽകണമെന്ന ആവശ്യവുമായാണ് അനിശ്ചിതകാല സമരവുമായി റാങ്ക് ഹോൾഡർമാർ ഒരുങ്ങിയിട്ടുള്ളത്. മുന്നോടിയായി വിവിധ ജില്ലകളിലൂടെ റാങ്ക് ഹോൾഡർമാരും പാലക്കാട് ജില്ലാ ഭാരവാഹികളുമായ KG അനുജോയ്, C വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ റൈഡ് നടത്തുന്നത്. ദേശീയപാതയോരത്തെ കാലിക്കടവ് മിനി സ്റ്റേഡിയം പരിസരത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡറായ ബാലകൃഷ്ണൻ പെരിയ സൈക്കിൾ റൈഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉത്തരവ് ലഭിക്കാത്ത പക്ഷം തിരുവനന്തപുരം നഗരത്തിന്റെ മധ്യത്തിലിരുന്ന് 24 മണിക്കൂർ തുടർച്ചയായി ഇവിടുത്തെ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി ഒരു റേഡിയോ പ്രക്ഷേപണം നടത്താൻ തയ്യാറാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ റേഡിയോ പ്രക്ഷേപണ പരിപാടിയിലേക്ക് ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണിന്റെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മനസ്സു തുറപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജാഥയിൽ ഇങ്ങനെ ഒരു സൈക്കിൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരായിട്ടുള്ള വിഷ്ണുവിനും മനുവിനും ഈ സൈക്കിൾ റാലി വളരെ ആരോഗ്യപരമായി തന്നെ പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ടാകട്ടെ. റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് VV അരുൺകുമാർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KV അക്ഷയ്, KG അനുജോയ്, C വിഷ്ണു എന്നിവർ സംസാരിച്ചു.